കോഴിക്കോട് രാവിലെ തൊട്ട് രാത്രി വരെ പ്രദർശനം ചെയ്ത് തിരിച്ച് തീവണ്ടി ഓഫീസിൽ എത്തിയപ്പോൾ ചെറിയൊരു കുറ്റബോധം. കോഴിക്കോട് വരെ വന്നിട്ടൊരു ബിരിയാണി കഴിക്കാതെ പോയാൽ എന്നെപ്പറ്റി ഞാൻ എന്ത് വിചാരിക്കും എന്നതാണ് കുറ്റബോധത്തിന് ഹേതു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തും മിഠായി തെരുവിലും ഓരത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ടോപ്പ് ഫോമിലേക്ക് വെച്ചുപിടിച്ചു. കോഴിക്കോടൻ ബിരിയാണി പെരുമയിൽ പ്രൗഢി വിളിച്ചോതുന്ന പാരഗൺ, റഹ്മത്ത് തുടങ്ങിയ പേരുകളോടൊപ്പം ഒരുപക്ഷെ അധികം അങ്ങനെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത പേരുകളിൽ ഒന്നായിരിക്കാം ടോപ്പ് ഫോം. എന്നാൽ ഇവരോടൊപ്പം തന്നെ ബിരിയാണി പ്രേമികൾ ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് ടോപ്പ് ഫോം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പറഞ്ഞത് ചിക്കൻ ബിരിയാണിയാണ്. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ പിശുക്കിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടികിട്ടും. ബിരിയാണിക്കൊപ്പം പിടിക്കാൻ ചർലാസും നാരങ്ങാച്ചാറും മാത്രമേ ഉള്ളൂ. ഒരു ചമ്മന്തി കൂടെ ആവാമായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ബിരിയാണി പൊതുവെ രണ്ട് ഘട്ടമായി കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആദ്യ പകുതി റൈസിനും പീസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കഴിച്ചത്. രണ്ടാം പകുതി ചർലാസും അച്ചാറും കൂട്ടിപ്പിടിച്ച് കഴിച്ചു. മസാലയുടെ ഫ്ലേവർ അരിയിൽ എല്ലായിടത്തും ബ്ലെൻഡായി എന്നതും ലഗോൺ ചിക്കൻ നല്ലോണം വെന്തു എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അവസാന ഘട്ടത്തിൽ മധുരം കുറഞ്ഞൊരു ലെമൺ ടീ കൂടി പറഞ്ഞു. രണ്ട് ബിരിയാണിക്കും ഒരു നാരങ്ങ ചായക്കും കൂടി 435 രൂപ ബില്ലും വന്നു.